അധ്വാനത്തിന്റെ വിയർപ്പുമണികളിൽ സൂര്യനെ കണ്ടറിയുന്ന നാട്, അധ്വാനത്തിന്റെ ഉപ്പ് മണ്ണിന് നൽകിയ കർഷകരുടെ നാട്, പ്രകൃതിക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനും മണ്ണും, അതായിരുന്നു കുട്ടനാട്. ലോകത്തെ അതിസുന്ദരമായ 50 പ്രദേശങ്ങളിൽ ഒന്നായ സ്വപ്നഭൂമി എന്ന നാം ഊറ്റം കൊള്ളുന്ന പ്രദേശം. കായലും കരയും അതിരിട്ട് നിൽക്കുന്ന തെങ്ങുകളും ചെറുതോടുകളും സ്വർണം വിളയുന്ന പാടങ്ങളും സംഗമിക്കുന്ന കുട്ടനാട്. സമുദ്രനിരപ്പിനേക്കാൾ താഴ്ത്തി പ്രകൃതി വരദാനമായി സമ്മാനിച്ച ഊഷ്മളഭൂമി. ഒരു പൂവും ഇരുപൂവും കൃഷി ചെയ്ത് കേരളത്തിന്റെ നെല്ലറയായി മാറിയ കുട്ടനാട്. കുട്ടനാടൻ കാറ്റുപോലെ പറഞ്ഞാലും പറഞ്ഞാലും തീരാത്തത്ര വിശേഷണങ്ങളുണ്ട് ഈ നാടിന്. പ്രകൃതിയും മനുഷ്യനും ഒരുമിച്ച് ചേർന്ന് കെട്ടിപ്പടുത്ത കുട്ടനാടിന് സംഘകാലത്തോളം പ്രായമുണ്ട്. ആഴമുള്ള കായലിൽ മടവെച്ച് വെള്ളം വറ്റിച്ച് കുട്ടനാടിനെ ഇവിടുത്തെ പൂർവികർ കൃഷിയിടമാക്കി മാറ്റി. വർഷത്തിൽ 1ഉം 2ഉം തവണ കായൽ നിലങ്ങളിൽ കൃഷിയിറക്കിയാണ് കുട്ടനാട്ടിലെ സാധാരണക്കാരുടെ പൂർവികർ ഈ നാടിനെ കേരളത്തിന്റെ നെല്ലറയാക്കിയത്. ഈ ഭൂമിയിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന നെല്ല് മലയാളികളുടെ വിശപ്പടക്കി. വെള്ളപ്പൊക്കത്തിന് സ്വന്തം നാടെന്ന ആക്ഷേപമുണ്ടെങ്കിലും തെല്ലും പരിഭവമില്ലാതെ പമ്പയുടെ ജലസമൃദ്ധ തീരങ്ങളിൽ കൃഷിയിടങ്ങൾ ഒരുക്കിയവരാണ് ഇവിടുത്തെ കർഷകർ. കുട്ടനാടിന്റെ കുളി എന്നായിരുന്നു വെള്ളപ്പൊക്കത്തെ ഇവിടുത്തെ പഴമക്കാർ വിശേഷിപ്പിച്ചിരുന്നത്. വർഷാവർഷം മലയാളിയെ കാണാനെത്തുന്ന മാവേലി മന്നനെ പോലെയായിരുന്നു കുട്ടനാട്ടുകാർക്ക് വെള്ളപ്പൊക്കം. കൃഷിയിടങ്ങളിലെ മാലിന്യങ്ങൾ ഒഴുക്കിക്കളഞ്ഞ് ഒരമ്മയെ എന്ന പോലെ വെള്ളപ്പൊക്കം കുട്ടനാടിനെ കുളിപ്പിച്ചു തോർത്തും. മഴയുടെയും മലവെള്ളത്തിന്റെയും വരവ് കാണുമ്പോൾ തന്നെ വെള്ളപ്പൊക്കം എത്രത്തോളം രൂക്ഷമാകുമെന്ന് അന്നത്തെ കുട്ടനാട്ടുകാർക്ക് അറിയാമായിരുന്നു. പോപ്പുലേഷൻ വളരെ കുറവായിരുന്നു. അതുപോലെ തന്നെ ചെറിയ ചെറിയ കുടിലുകളാണ് എല്ലായിടത്തും ഉണ്ടായിരുന്നത്. ചെറിയ കുടിലുകൾ, വലിയ സമ്പന്നർക്ക് മാത്രമേ അന്ന് പെര ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളതെല്ലാം വീടുകളാണ്. ഈ വീടുകളിലൊക്കെ വെള്ളം കയറി ഇവർ എവിടെയെങ്കിലുമൊക്കെ ഈ തട്ടും ഭരണം കെട്ടി താമസിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. അതായത് പലക, അന്ന് അവരുടെ ജന്മിമാരിൽ നിന്നും ധാരാളം പലക കിട്ടും. ആ പലക നിരത്തി ഈ തട്ടുണ്ടാക്കി ആ തട്ടിൻ്റെ പുറത്താണ് അവർ രാവും പകലും കഴിഞ്ഞു പോയിരുന്നത്. പണ്ടുകാലത്ത് 10ഉം 15ഉം ദിവസം കൊണ്ടാണ് വെള്ളപ്പൊക്കം കുട്ടനാടിനെ മുക്കിയിരുന്നത്. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവ ഒഴുകി കടലിലേക്ക് പതിക്കും. പിന്നീട് അങ്ങോട്ട് കൃഷിക്കാലമാണ്. എൻ്റെ ചെറുപ്പത്തിൽ ഒരു 10-40 കൊല്ലം മുമ്പ് പറയുകയാണെങ്കിൽ ഒരു 10-15 ദിവസം മഴ പെയ്തിട്ടാണ് വെള്ളം ക്രമേണ ഗ്രാജുവലായിട്ടാണ് പൊങ്ങിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് 2-3 മഴ പെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കുട്ടനാട്ടിലെ ജലനിരപ്പ് അങ്ങ് ഉയരുന്ന അതൊരു പുതിയ പ്രവണതയാണ്. എന്നാൽ കാലം മാറി. കുട്ടനാടും അതിൻ്റെ വിപത്ത് ഈ മഴക്കാലത്താണ് ഇന്നാട്ടുകാർ ശരിക്കും അറിഞ്ഞത്. ഇത് വെള്ളപ്പൊക്കം സംഹാരതാണ്ഡവമാടിയ കുട്ടനാടെന്ന ഭൂമി. കഴിഞ്ഞ 3 ആഴ്ചക്കിടെ 3 തവണ വെള്ളപ്പൊക്കം ഇവിടെ വിരുന്നിനെത്തി. സ്വന്തമായി വീടുണ്ടായിരുന്നിട്ടും ഇവിടുത്തുകാരെ വെള്ളപ്പൊക്കം അഭയാർത്ഥികളാക്കി മാറ്റി. കുട്ടനാട് ഉൾപ്രദേശങ്ങളിലെ ജനങ്ങൾ ഇപ്പോഴും ജീവനെങ്കിലും നിലനിർത്താൻ പെടാപ്പാട് പെടുകയാണ്. കഴിഞ്ഞ ജൂൺ 15 അർദ്ധരാത്രിയിൽ പെരുമ്പറ മുഴക്കി പെയ്ത മഴ കുട്ടനാടിനെ വെള്ളത്തിലാക്കുമെന്ന് ഇവിടുത്തുകാർ ഒട്ടും കരുതിയതേയില്ല. രാത്രി നിർത്താതെ പെയ്ത മഴ നേരം പുലർന്നപ്പോഴേക്കും കുട്ടനാടിൻ്റെ താഴ്ന്ന പ്രദേശങ്ങളെ വെള്ളത്തിനടിയിലാക്കി. നിലച്ചിരിക്കാതെ മലവെള്ളം കൂടി എത്തിയപ്പോൾ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ കുട്ടനാട് വെള്ളത്തിൽ മുങ്ങി. സകലത്തും പോയാൽ കൂടുതൽ പോലും ഇല്ല. അങ്ങനെ എല്ലാം ഒഴിയും പോയി. കല്യാണത്തിന് വെച്ചിരുന്ന എല്ലാം പോയി. മടവീഴ്ചയിൽ കുട്ടനാട് കൈനകരി 6 പങ്കിലെ പൊന്നന്റെ വീട് മാത്രമല്ല, മകളുടെ വിവാഹത്തിനായി കരുതി വെച്ചിരുന്ന സ്വർണവും പണവും എല്ലാം ഒലിച്ചുപോയി. ഉടുതുണി മാത്രം അവശേഷിപ്പിച്ച് ഒരു പുരുഷായുസ്സിലെ എല്ലാ സൗഭാഗ്യവും പ്രകൃതിയുടെ കലിയിൽ നശിച്ചപ്പോൾ നോക്കി നിൽക്കാൻ മാത്രമേ ഈ മനുഷ്യനായുള്ളൂ. വെള്ളപ്പൊക്കത്തിൽ കരയും കായലും പാടവും ഒന്നായി. വീടുകൾ പൂർണ്ണമായും വെള്ളത്തിനടിയിൽ. സകല സമ്പാദ്യവും വെള്ളത്തിൽ അലിഞ്ഞില്ലാതാകുന്നത് നോക്കി നിൽക്കാൻ വിധിക്കപ്പെട്ട ഹതഭാഗ്യരായി മാറി കുട്ടനാടൻ ജനത. ഒരു നേരത്തെ അന്നം കഴിക്കാനുള്ള വകയോ അന്തിയുറങ്ങാനുള്ള ഇടമോ ഇല്ലാതെ അഭയാർത്ഥികളെ പോലെ പിറന്ന മണ്ണിൽ കുട്ടനാട്ടുകാർ നിന്നു. കടപ്പൊക്കെ ഇങ്ങനെ ഷെഡ് കെട്ടി ഇങ്ങനെ ഇതിനകത്താണ് ആഹാരം വെച്ച് കഴിഞ്ഞു. പിന്നെ അടുത്ത പാടത്ത് ഇപ്പം വെള്ളം ആ പാടത്ത് കയറാത്തത് കൊണ്ട് ആ തിണ്ണയിലും ഒന്നിച്ച് ഒരുമിച്ചൊക്കെ കഴിഞ്ഞു പോകുന്നു. ഇത്രയുള്ളല്ലേ, നമുക്ക് കിടപ്പാടം പോലും ഇല്ലാത്ത ഒരവസ്ഥയാണ് ഞങ്ങൾക്ക് കാണുന്നത്. പ്രളയത്തിൽ വെള്ളത്തിനടിയിലായ ഭൂരിപക്ഷം വീടുകളും തകർച്ചയുടെ വക്കിൽ. വീട്ടിലുണ്ടായിരുന്ന ഗൃഹോപകരണങ്ങൾ ഒലിച്ചുപോയി.
കോരിച്ചൊരിയുന്ന മഴയിലും സ്വന്തം വീടിന്റെ അറ്റകുറ്റപ്പണി പൂർത്തീകരിക്കാൻ ശ്രമിക്കുന്ന ജനങ്ങൾ കുട്ടനാടിന്റെ ഉൾപ്രദേശങ്ങളിലെ നിത്യക്കാഴ്ചയാണ്. ചുറ്റിനുള്ള കംപ്ലീറ്റ് ഈ കട്ടയും ഇതെല്ലാം ഒലിച്ചു പോകും. കാരണം മൊത്തം ഭിത്തിയെല്ലാം പോയിരിക്കുകയാണ്. ഈ വെള്ളം ഇറങ്ങി പറഞ്ഞാൽ മൊത്തം താഴെ ഉള്ളിൽ കയറാക്കത്തില്ല. എപ്പം താഴെ വീട് പറഞ്ഞ് ഉള്ളിൽ കയറാക്കത്തില്ല. വീട് വിണ്ടുകീറി വീടിന്റെ പല പ്രദേശങ്ങളും അടർന്നു വീഴാറായി. ഉടുതുണിയും ജീവനും ഒഴികെ ബാക്കിയുള്ളതെല്ലാം വെള്ളപ്പൊക്കം കവർന്നെടുത്തു. പ്രാഥമിക കൃത്യം പോലും നടത്താനാകാതെ പാടവരമ്പിൽ അന്തിയുറങ്ങേണ്ടി വരുന്ന ഇവരും മനുഷ്യർ തന്നെയാണ്. ജലനിരപ്പ് ഇറങ്ങിക്കഴിയുമ്പോൾ മിക്ക വീടുകളും നിലംപരിശാകുന്ന ഒരു അവസ്ഥയിലാണ്. എൻ്റെ വീടെന്ന് പറഞ്ഞാൽ ഈ മട വീണതിൻ്റെ തൊട്ട് അരികിലുണ്ടായിരുന്ന വീടാണ്. അത് നമ്മൾ മറ്റേ കുട്ടുമ്പൽ പൊന്നപ്പൻ എന്ന് പറയുന്ന വ്യക്തിയുടെ കൂടെ തന്നെ ഞങ്ങളും അപേക്ഷയൊക്കെ കൊടുത്തിരുന്നതാണ്. പക്ഷേ നമുക്ക് മാത്രം ഒരു 10 പൈസ ഇതുവരെ ഒരു ആനുകൂല്യങ്ങളും ഗവൺമെൻറ് പ്രഖ്യാപിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ നിവേദനങ്ങളെല്ലാം കൊടുത്തിട്ടുമുണ്ട്. ഇതുവരെ അതിൻ്റെ ആയിട്ടുള്ള യാതൊരു അറിയിപ്പുകളും നമുക്ക് കിട്ടിയിട്ടില്ല. കുട്ടനാട്ടിലെ ജനങ്ങളെ രക്ഷിക്കാൻ സർക്കാർ തുടങ്ങിയ ദുരിതാശ്വാസ ക്യാമ്പ് ഇവിടുത്തുകാർക്ക് വെള്ളപ്പൊക്കത്തിനൊപ്പം മറ്റൊരു ദുരിതം സമ്മാനിച്ചു. ദുരിതാശ്വാസ ക്യാമ്പുകളിലെ ജീവിതം സുഖകരമാണെന്ന് പ്രസ്താവന നടത്തുന്ന ജനപ്രതിനിധികൾ ഇവരുടെ ദുരിതം കാണാതെ പോയി. അല്ലെങ്കിൽ അവർ കണ്ണടച്ചിരുട്ടാക്കി. കൈക്കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ളവരുമായി ക്യാമ്പുകളിൽ എത്തിയ കുട്ടനാട്ടുകാരെ വരവേറ്റത് പാലത്തിന്റെ മുകളിലും പാടവരമ്പത്തും വലിച്ചു കെട്ടിയ പ്ലാസ്റ്റിക് ഷെഡുകൾ. മഴ കടുത്താൽ ചോർന്നൊലിക്കുന്ന, കാറ്റടിച്ചാൽ തകരുന്ന ഈ ചെറുകൂടാരത്തിനും സർക്കാർ നൽകിയ പേര് ദുരിതാശ്വാസ ക്യാമ്പ്. ക്യാമ്പിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് ഞങ്ങൾക്ക് വല്ലതും, വില്ലേജിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് ഞങ്ങൾക്ക് വല്ലതും ആകും. പിന്നെ ആ കിട്ടുന്ന കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ കഴിയുക. വില്ലേജുകാർ അരിയും പയറുമാണ് തരുന്നത്. പിന്നെ ശാഖാലം പൈസ തരും. അതുകൊണ്ട് ഞങ്ങളുടെ കയ്യിൽ നിന്ന് പണിയില്ലല്ലോ. പിന്നെ ഞങ്ങൾ ആ കിട്ടുന്നത് കൊണ്ട് കഴിയുക. ദുരന്തബാധിതരുടെ അരവയർ നിറയ്ക്കാൻ സർക്കാർ ആകെ നൽകിയത് അരിയും പയറും മാത്രം. പച്ചക്കറിയോ പാകം ചെയ്യാൻ വിറകോ ഇല്ല. ക്യാമ്പുകളിൽ ഗ്യാസ് കണക്ഷൻ നൽകുമെന്ന പ്രസ്താവന വെള്ളപ്പൊക്കത്തിൽ എവിടേക്കോ ഒലിച്ചുപോയി. പച്ചവെള്ളം പോലും കിട്ടാതെ വന്ന ദുരിത ദിനങ്ങൾക്കും കുട്ടനാട്ടുകാർ സാക്ഷിയായി. കുഞ്ഞുങ്ങൾ വിശന്ന് അലമുറയിട്ടപ്പോൾ ഇവിടുത്തുകാർ ഒരു നേരത്തെ അന്നത്തിനായി സമരത്തിനിറങ്ങി. വെള്ളം കയറിയപ്പോൾ പാമ്പുകൾ ഞങ്ങളുടെ വീടുകളിലേക്കും നടന്നു പോകുന്ന വഴികളിലേക്കും ഒക്കെ ക്രൂരമായി വന്നിരിക്കുകയാണ്. ഇന്നലെ ഞങ്ങൾ ഇങ്ങോട്ട് നീന്ന് വന്നപ്പോൾ 3 മൂർഖൻ പാമ്പിനെയാണ് ഞങ്ങൾ തല്ലിക്കൊന്ന് ഇങ്ങോട്ട് മുന്നേറി വന്നത്. ഇവിടുത്തുകാർ ജോലിക്ക് പോയ കാലം മറന്നു. 1 മാസത്തോളമായി നിലയില്ലാ കയത്തിൽ നീന്തി ജീവിക്കുകയാണ് കുട്ടനാട്ടുകാർ. പൊട്ടിയ മട പൂർവ്വസ്ഥിതിയിലാക്കാൻ പകലന്തിയോളം പണിയെടുക്കുന്നുണ്ടെങ്കിലും അവയൊന്നും പൂർണ്ണമാകുന്നില്ല. ഞങ്ങളുടെ ജീവിതം ആവപ്പാട് ദുരിതവും. എല്ലാ പെരയ്ക്കകത്തും അരയ്ക്കും വേണ്ടി വെള്ളമാണ്. ഇപ്പോൾ വേറെ പണിയൊന്നുമില്ല. ഇങ്ങനെ കഴിയുകയാണല്ലോ. പട്ടിണി ക്യാമ്പ് നടക്കുന്നുണ്ട്. ക്യാമ്പിന് അരി മാത്രമേ തരുന്നുള്ളൂ. വേറെ ഒരു സഹായമില്ല. പ്രദേശത്ത് കരകൃഷി പൂർണ്ണമായും നശിച്ചു. വാഴയും കവുങ്ങും പച്ചക്കറി കൃഷിയും വെള്ളത്തിൽ ഒലിച്ചുപോയി. കന്നുകാലികൾ ചത്തൊടുങ്ങി. വൃക്ഷങ്ങൾ കടപുഴകി. കൃഷിക്കായി വളമിടിയിലും നിലമൊരുക്കലും പൂർത്തിയാക്കിയ പാടങ്ങളിൽ വെള്ളം കയറിയപ്പോൾ തകർന്നത് ഇവിടുത്തെ സാധാരണക്കാരായ കർഷകരുടെ ഹൃദയമാണ്. എൻ്റെ പിന്നെ ഇത്രയൊരു വെള്ളപ്പൊക്കം ഒരു 10-20 വർഷത്തിന് മുമ്പെങ്ങാനും ഉണ്ടായിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. പുഞ്ചകൃഷി ആരംഭിക്കാൻ വൈകിയതോടെ കഴിഞ്ഞ വർഷത്തേതിൻ്റെ 1/3 വിളവ് പോലും ഇത്തവണ ഉണ്ടാകില്ലെന്ന് കർഷകർ ഉറപ്പിച്ചു പറയുന്നു. ഇത്തവണ ഇനിയും കൃഷി ചെയ്താൽ പോലും കൃഷി വിജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ കൃഷിക്കൊക്കെ ഒരു പക്വമുണ്ട്. വിതയ്ക്കേണ്ട സമയം ആ സമയത്തിന് വിതച്ചെങ്കിൽ ഇപ്പം ഉദാഹരണം ജൂൺ ആദ്യം വിതച്ചാൽ തുലാക്കോളിന് മുമ്പായിട്ട് ആ മഴയ്ക്കൊരു ശമനം കിട്ടുന്ന സമയത്ത് കൊയ്തെടുക്കാൻ പറ്റുമായിരുന്നു. ഇത് ഇപ്പം വിതച്ച് കഴിഞ്ഞാൽ ഇനിയും കൊയ്യാൻ പറ്റുന്ന അസൽ തുലാക്കോളി. അപ്പോഴത്തേക്ക് മെഷീൻ ഇറങ്ങാൻ ബുദ്ധിമുട്ടായിരിക്കും. വിളകൾ മുഴുവൻ വീണ് നാശപ്പെട്ടു പോകും. നാശപ്പെടുന്നതുകൊണ്ട് എന്താണ് പറ്റുന്നത്? കൊയ്ത്തിന് 1 മണിക്കൂർ എടുക്കേണ്ടത് 3 മണിക്കൂറായിട്ട് മാറും. മെഷീൻ കിട്ടാതെ വരും. മെഷീൻകാർ ഇറങ്ങാൻ മടിക്കും. അങ്ങനെ പല ബുദ്ധിമുട്ടുകൾ വരും. ആലപ്പുഴയെയും കോട്ടയത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന AC റോഡ് 30 ദിവസത്തോളമായി വെള്ളത്തിനടിയിൽ. മുടന്തി നീങ്ങുന്ന വാഹനങ്ങളെക്കാൾ വേഗത്തിൽ ഈ റോഡിലൂടെ ഇന്ന് വള്ളത്തിൽ യാത്ര ചെയ്യാം. ദുരിതക്കയത്തിൽ നട്ടം തിരിഞ്ഞ് ജീവിച്ച പ്രജകളെ കാണാൻ കൊടിവെച്ചക്കാറിൽ മന്ത്രിമാർ പാഞ്ഞെത്തി. ഒരു തുള്ളി പോലും വെള്ളത്തിൽ ചവിട്ടാതെ ഇവരുടെ ജീവിതം എന്തെന്നറിയാതെ വന്നവർ വന്ന വഴിയെ തിരിച്ചുപോയി. രാവിലെ 9 മണി തൊട്ട് ചമ്പക്കുളം പഞ്ചായത്തിന് വാതിക്കലാണ് ഞങ്ങൾ. അതിനൊരു മറുപടി ഞങ്ങൾ തരുന്നില്ലല്ലോ.
പ്രാണവായു പോലെയായിരുന്നു കുട്ടനാട്ടുകാർക്ക് വള്ളവും വെള്ളവും. അതുകൊണ്ട് തന്നെ വെള്ളപ്പൊക്കം കുട്ടനാട്ടുകാർക്ക് ഒരു പുത്തരിയൊന്നുമായിരുന്നില്ല. ഒരു മാസം മുമ്പ് ആ സ്ഥിതി മാറി. തിമിർത്ത് പെയ്ത മഴയും എവിടെ നിന്നോ പാഞ്ഞെത്തിയ മലവെള്ളവും നിമിഷാർദ്ധം കൊണ്ട് കുട്ടനാടിനെ വെള്ളത്തിലാക്കി.